5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറും കിടലൻ ഗാഡ്ജറ്റുകൾ നോക്കാം. ഓരോന്നും 200 രൂപ 300 രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ. ഡിയോഡ് ആപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഒന്നാമത്തെ ഗാഡ്ജറ്റ് ഈ ഒരു സ്റ്റാൻഡാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂട്ട് വോം ലേസി ഹോൾഡർ. അതായത് നിങ്ങൾക്ക് ബാത്റൂമിലോ നിങ്ങൾക്ക് എന്ത് സ്ഥലങ്ങളിലായാലും ഏത് സ്ഥലങ്ങളിലായാലും നിങ്ങൾക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ. ഇത് ഭയങ്കര രസമാണ് സംഭവം. അതായത് ഇതാണ് സാധനം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ വരേണ്ടതാണ്. പക്ഷേ മൊബൈൽ ഹോൾഡർ ഇല്ല. നിങ്ങൾ മൊബൈൽ ഹോൾഡർ പ്രത്യേകം വാങ്ങണം. എന്നിട്ട് ആ മൊബൈൽ ഹോൾഡറിനെ ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഈ ഒരു സക്ഷൻ ക്യാപ്പ് ഉണ്ടല്ലേ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരിനെ കൊണ്ട് ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബാത്റൂമിൽ കയറിയിട്ട് നിങ്ങളുടെ ബാത്റൂമിൽ നിങ്ങളുടെ ഫോണിനെ ഒരു ട്രൈപോഡ് പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ടി ബോയ് ഇതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അതോടെ ഒട്ടിയിരുന്നോളും. എന്നിട്ട് ഫോൺ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. സോ ദാറ്റ് ഏത് വ്യൂ വേണമെങ്കിലും. നല്ല ഗാഡ്ജറ്റാണ്. എനിക്ക് വേണ്ടി മേടിച്ചതാണ്. ചുമ്മാ പറഞ്ഞതാണ്. ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കമൻറ്റ് ചെയ്യാം. അവർക്ക് ഞാനിത് ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോകാം. അടുത്ത ഗാഡ്ജറ്റ് ഈ ഗാഡ്ജറ്റ് സീരീസിൻ്റെ അകത്ത് ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള ഗാഡ്ജറ്റാണ്. ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ എഡിറ്റർ ആയിട്ടുള്ള അതുലിന് ഞാൻ കൊടുക്കുകയാണ്. അതുലാണ് ഇത് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം പറയാനുണ്ടെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് പോയിട്ട് പറയാവുന്നതാണ്. എല്ലാ ഗാഡ്ജറ്റ് സീരീസിലും അവന് കാണും ഇതേപോലെ തൂക്കിയിടുന്ന എന്തെങ്കിലും സാധനങ്ങൾ. എന്തെങ്കിലും ഫോട്ടോ തൂക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ പാത്രം തൂക്കുന്ന സാധനം, അല്ലെങ്കിൽ അവൻ്റെ തൂക്കുന്ന സാധനം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതെന്താണ് എൻ്റെ ഭഗവാനെ, ഇതെന്തോന്നാണിത്? ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനുണ്ടെങ്കിൽ തൂക്കിയിടാം. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഒരു സാധനം എൻ്റെ പുറകിലേക്ക് വെക്കുക. ഇതിൻ്റെ പുറകിൽ സ്റ്റിക്കറാണ്. സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുക. ചുമരിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കി ഇടാം. അതാണ് ഇതിൻ്റെ ഗുണം കേട്ടോ. ഒരു ചെറിയൊരു തിരുത്ത്, ഈ ഗാഡ്ജറ്റ് ആക്ച്വലി എന്താണ് സംഭവം എന്നറിയാമോ? ഇത് നിങ്ങളുടെ പ്ലഗ് പോയിൻ്റ് ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിന് തൊട്ടടുത്തുകൊണ്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടാം. എന്നിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ മേളിലേക്കാക്കി ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ഫോൺ വെച്ചതിന് ശേഷം ചാർജ് ചെയ്യാനിടാം. പ്ലഗ് പോയിൻ്റെ തൊട്ടടുത്ത് ഫോൺ വെക്കാൻ സ്ഥലമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോൾഡറിലോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ 2-in-1 ഫോൺ ഹോൾഡറാണ്. ഫോൺ ഹോൾഡർ അല്ല, ഒരു ഹോൾഡറാണ്. പർച്ചേസ് ചെയ്യാം. ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ സിനിമ പോലെയാണ്. കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇതിനെ മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് കഥ ഉണ്ടാക്കി വയ്ക്കാം. അടുത്ത ഗാഡ്ജറ്റ്, ഇത് പറമ്പുള്ളവർക്കും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ലോൺ LAWN ലോൺ ഉള്ളവർക്ക് ഉള്ളതാണ്. അതായത് വീട്ടിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ചെറിയ കിളിക്കൂട് പോലുള്ള ലൈറ്റ്, ആ ഒരു ലൈറ്റാണിത്. സോ ഇതെന്താ സെറ്റപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ബാറ്ററി ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സുന ഇതിൻ്റെ പുറകിലേക്ക് കുത്തിക്കയറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറകിലേക്ക് ഇത് വയ്ക്കുക. അപ്പോൾ ഇത് കുത്തിക്കയറ്റാനുള്ളൊരു നല്ല മൂർച്ചയുള്ളൊരു ഭാഗം വരും. എന്നിട്ട് ആഞ്ഞ് നിങ്ങളുടെ ലോണിലോ എവിടെയാണെന്ന് വെച്ചാൽ പറമ്പിൽ കൊണ്ടുവന്ന് കുത്തി വയ്ക്കുക. കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മുടെ സൂര്യപ്രകാശം വലിച്ചെടുത്തതിന് ശേഷം രാത്രിയാകുമ്പം ഇതിരുന്ന് ലൈറ്റ് കത്തും. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് പുറത്തിറങ്ങാൻ ലൈറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യാം. വർത്താണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോളാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ചിലവുകളില്ല. ഇതിൻ്റെ ഒരു 4-5 ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പല സ്ഥലത്തായിട്ട് വെക്കാവുന്നതാണ്. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല ക്വാളിറ്റി ബിൽഡുമാണ്. അടുത്ത സാധനം ഭയങ്കര അടിപൊളിയാണ്. അതായത് പോർട്ടബിൾ ആൻഡ് കോഡ്ലെസ് സ്വിങ് മെഷീൻ. അതായത് നമ്മുടെ പോർട്ടബിൾ തയ്യൽ മെഷീൻ, നിങ്ങൾക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന തയ്യൽ മെഷീനാണ്. അതായത് സാധനം എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നുള്ളത് കുറച്ച് സമയം എടുത്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ അകത്തൊക്കെ പരിപാടി നൂല് ഇതിനകത്ത് കോർത്ത് വെക്കാനുള്ള സാധനം, പിന്നെ എന്തൊക്കെ സുനകളുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തയ്യൽ മെഷീൻ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളതല്ലാതെ എനിക്ക് വേറെ ഐഡിയ ഇല്ല. ആൻഡ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബാറ്ററിയാണ് ഇടാനായിട്ടുള്ളത്. 4 AA ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. 4 AA ബാറ്ററി യൂസ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഇവിടെ ഓൾറെഡി അവർ നൂലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇത് തയ്ച്ചു തുടങ്ങും. എന്താണിത്? ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇട്ടാൽ ശരിയായില്ല. ഇതപ്പം ഇത് ഇടേണ്ടത് ഇങ്ങനെയല്ല. എന്തോന്നല്ല ഇത്? പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തയ്യൽ മെഷീൻ നമ്മൾ വർക്കാക്കി നോക്കാൻ പോവാണ്. നൈസ്. പൊളി. ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ വരച്ചതാണ് അത്. ഇത്ര നിങ്ങൾ കൈ ഒന്നും ഇതിൻ്റെ ഇടയിൽ കയറാൻ നോക്കിയാൽ മതി. ബട്ട് വെരി ഗുഡ്. നോക്കി, ഭയങ്കര നല്ല സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി കിട്ടും, AA ബാറ്ററി. അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ കംഫർട്ടബിൾ പ്ലേസ് അവിടെ ഇരുന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. ചെറിയ തയ്ക്കലൊക്കെ. അല്ലാതെ ജീൻസ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ മെഷീൻ നമ്മളെ ചീത്ത വിളിക്കും. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇതിൻ്റെ ഒരു ഫ്ലോ കിട്ടണം. ഇതൊന്ന് യൂസ് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ആവണം. ആൻഡ് വേറെ എന്തൊക്കെ കിടുപിടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് വേണമെങ്കിൽ വേറെ നൂലാക്കാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ആ സ്റ്റിച്ചിങ് ഭയങ്കര നല്ല സ്റ്റിച്ചിങ്, ഭയങ്കര അക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്. ഞാൻ ഇതിൻ്റെ പുറകെ നോക്കി എനിക്ക് തോന്നുന്നു ഈ ഗാഡ്ജറ്റ് സീരീസിൽ ഏറ്റവും കിടിലം പ്രോഡക്റ്റ് ഈ സാധനമാണ്. അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോകാം. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബബിള് വിടുന്ന യന്ത്രം. ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഈ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ കാണാം. ഇതിന് 62 രൂപയേ ഉള്ളൂ നമ്മുടെ ഡിയോഡ് ആപ്പിൻ്റെ അകത്ത്. സോ വെരി അഫോർഡബിൾ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചീപ്പ് സാധനം വാങ്ങിച്ചു കൊടുത്ത് പറ്റിക്കാവുന്നതാണ്. ഇത് അടയ്ക്കുക, അടച്ചതിന് ശേഷം അവർ തന്നെ അതിനകത്ത് വെള്ളവും തരും. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താ ഇത്? ഓക്കെ, ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് ബബിൾ വരാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പുളി നൈസ്. നിങ്ങൾക്ക് വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലോൺലി ആണോ? വാങ്ങുവിൻ, പറത്തുവിൻ ബബിൾ വിടുന്ന യന്ത്രം. 62 രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ. ഞാൻ വേറൊരു പരിപാടി നോക്കട്ടെ. ഇതൊക്കെ ഓ മൈ ഗോഡ്, ഗിന്നസ് റെക്കോർഡ് എനിക്ക് തന്നെ. പൊളി. ഞാൻ അവനെ ട്രാപ്പ് ചെയ്ത് വെച്ചു അതിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഭയങ്കര സ്ലോ ഫേസിലുള്ള വീഡിയോ ആയിരുന്നു. ഇതിനകത്ത് വേറെ ഒന്നും കാണിക്കാനും പറയാനൊന്നും ഇല്ലായിരുന്നു. അതാണ് വേറൊരു വിഷയം. ആൻഡ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.